ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ മുന്നേ ഒന്ന് രണ്ട് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടില്ലേ, കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോഴും ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ, നമ്മൾ കൂടുതലായിട്ട് ഇപ്പോഴും നെഗറ്റീവ് വീഡിയോസ് അല്ലേ ഒരുപാട് കാണുന്നത്. കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഭർത്താവും അമ്മയും കൂടി പീഡിപ്പിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഇതല്ലേ കേൾക്കുന്നത്. അന്നേരം എനിക്കെപ്പോഴും എൻ്റെ ആ സമയത്തെ പറ്റി ഞാൻ അങ്ങനെയുള്ള ന്യൂസ് കാണുമ്പോൾ ഇപ്പോൾ ആ സമയത്തെ പറ്റി എനിക്ക് ഓർമ്മ വരും. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പ്രഗ്നൻ്റ് ആയ സമയത്തെ കാര്യം പറയാം. കല്യാണം കഴിഞ്ഞ് ഞാൻ ചേട്ടനൂർ പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മഹാരാഷ്ട്രയിലോട്ട് പോയി. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് വന്നു പോയി. അതിന് ശേഷം വന്നത് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് 7 മാസം തുടങ്ങിയതിന് ശേഷം അവിടുന്ന് വരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചേട്ടൻ്റെ അമ്മ, അനിയൻ എല്ലാവരും കൂട്ടാൻ വന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പെല്ലാം നമ്മൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിളിച്ച് തന്നെ പോകുന്നതല്ലേ. പക്ഷേങ്കിൽ ആ സമയത്ത് ചേട്ടൻ്റെ അമ്മയും അനിയനും കൂട്ടാൻ വന്നു. എന്നിട്ട് കൂട്ടി വീട്ടിലെത്തി അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകേണ്ട ദിവസം കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു. ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകുമല്ലോ. അപ്പോൾ ചേട്ടനാകെ ഒരാഴ്ചയായിട്ടേ ലീവുള്ളൂ. അപ്പം പോയിട്ട് പ്രഗ്നൻ്റായി എൻ്റെ വീട്ടിലോട്ടേക്ക് നമ്മൾ മടിയിലരിയിട്ട് പോകാമെന്ന് പറയാം, കണ്ണൂർ അങ്ങോട്ടേക്ക്. എന്താണ് വയറ്റ് പൊങ്കാലിയോ അങ്ങനെ എന്തൊക്കെ പറയും തോന്നുന്നു. ഞങ്ങളവിടെ മടിയിലരിയിട്ട് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നതിന് അമ്മ പറഞ്ഞു, ചേട്ടന് ലീവ് കുറവല്ലേ, അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ തിരിച്ചു വരണം പോയാൽ. മടിയിലേറിയിട്ട് എൻ്റെ വീട്ടിൽ പോയി അന്ന് തന്നെ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് വേറെ മുഹൂർത്തമൊന്നും നോക്കണ്ട, പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരണ്ടെങ്കിൽ അങ്ങനെ നോക്കണം. അപ്പോൾ ചേട്ടൻ പോകുന്നതുകൊണ്ട് അന്ന് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. ഒരാഴ്ച പിന്നെ ഒന്നിച്ച് നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്ന് ചേട്ടൻ പോയി കഴിഞ്ഞ് പിന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഈ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അനിയനും അല്ല വീട്ടിലല്ലേ, അവരെന്നെ എങ്ങനെയാണ് നോക്കിയെന്ന് പറഞ്ഞിട്ടെ. അമ്മ ഇങ്ങനെ വന്നിട്ട് ഓരോ ദിക്കിലെ കാര്യങ്ങളെല്ലാം പറയും. ഇങ്ങനെ ഡോക്ടറെ കാണിച്ച് പ്രസവിച്ചിട്ട് കൊച്ചിന് മഞ്ഞ കളർ ഉണ്ടായി, അപ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ നിന്ന്. എന്നിട്ട് അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അമ്മ ഞാൻ പറഞ്ഞില്ലേ കറണ്ടില്ല വീട്ടിൽ നിന്ന്, കിണറിൽ നിന്ന് വെള്ളം കോരണം. 10-27 പട എന്ന് പറയും, നമ്മളെ കോല് എന്ന് പറയും, അത്രയും കിണറിൽ നിന്ന് വെള്ളം കോരണം. അപ്പോൾ പ്രഗ്നൻ്റ് ആയാലും നമ്മൾ വെള്ളം നമ്മളെ ആവശ്യത്തിന് കോരണമല്ലോ. അപ്പോൾ അമ്മ മാക്സിമം എന്നെ കൊണ്ട് വെള്ളം കോരിക്കൂല. അനിയൻ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ആ വീട്ടിലെ ഒരുപാട് അലൂമിനിയത്തിൻ്റെ വലിയ ബക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ബക്കറ്റ്. അങ്ങനെ കുറേ പാത്രങ്ങളുണ്ട് വെള്ളം നിറച്ച് വെക്കുന്നത്. അപ്പോൾ അനിയൻ രാവിലെ പോകുന്നതിന് മുന്നേ എല്ലാ പാത്രത്തിലും വെള്ളം നിറച്ച് വെച്ചിട്ടാണ് പോകുന്നത്. അമ്മ പറയും എന്നെക്കൊണ്ട് കോരിക്കണ്ട, അതുകൊണ്ട് അങ്ങനെ അത് പറയുന്നതെന്ന് ഞാൻ അറിയില്ല, പിന്നെ പറയുമ്പോൾ അത് ഞാൻ അറിയുന്നത്. അപ്പോൾ എല്ലാം നിറച്ച് വെച്ച് ബാത്റൂമിൽ അമ്മ പറഞ്ഞത് എന്നോട്, നിനക്ക് കുളിക്കാനില്ല വെള്ളം കൂടി കൊണ്ടുവെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് കുളിക്കാൻ പോലും ബാത്റൂമിൽ അനിയൻ കൊണ്ടുവച്ചതാണ്. ഞാൻ കാണലുണ്ട് ബക്കറ്റിൽ കൊണ്ടുവച്ചത്, പക്ഷെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. ഞാൻ വെച്ച് ഇവരപ്പോൾ ഇങ്ങനെ നിറച്ച് വെക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ അമ്മ പറയുമ്പോൾ ഞാൻ അറിയുന്നത് എന്നെക്കൊണ്ട് കോരിക്കുന്നതായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാത്റൂമിലും ടോയ്ലറ്റിലും എല്ലാം 2-3 ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കും. ഒന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിന് മഞ്ഞ കളർ വരും നമ്മളെ വയറിൽ വെയിൽ കൊണ്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അമ്മ അനിയനോട് പറഞ്ഞു ഇങ്ങനെ കോട്ടൺ സാരി വാങ്ങിക്കൊണ്ടുവരാൻ അങ്ങനെ കൊടുക്കാൻ വേണ്ടി. ആ സമയം തന്നെ ഫെബ്രുവരി എന്നെല്ലാം പറയുമ്പോൾ നല്ല ചൂട് സമയമാണ്. എന്നിട്ട് അനിയൻ ഓഫീസിൽ നിന്ന് വൈകുന്നേരം വരുമ്പോൾ 3 കോട്ടൺ സാരി കൊണ്ടുവന്നു. എൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ആ സാരിയാണ് വീട്ടിൽ നിന്ന് ഉടുക്കുക, പ്രഗ്നൻ്റ് ആയ സമയത്ത്. ആ സാരി ഉടുത്തിട്ട് രാവിലെ വെയിൽ വരുമ്പോൾ അമ്മ എന്നെ അടുക്കള പുറത്ത് വെയിലത്ത് അവിടെ കൊണ്ട് നിർത്തിച്ചിട്ട് വയറ് ഇങ്ങനെ സാരി മാറ്റിയിട്ട് ഇങ്ങനെ വയറ് കാണിച്ച് നിൽക്കും. എന്നിട്ട് ഫുള്ള് വെയിൽ കൊള്ളും, വയറ്റിന് വെയിൽ കൊള്ളിക്കും, എന്നാലും പ്രസവിച്ച കൊച്ചിന് മഞ്ഞ കളർ ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യിക്കുമായിരുന്നു. പിന്നെ
രാത്രി അമ്മ ഉണക്ക മുന്തിരി വെള്ളത്തിലിടും. അനിയനോട് ഇതുപോലെ തന്നെ, അനിയനല്ലേ എപ്പോഴും ടൗണിൽ പോകുന്നത്, ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഉണക്ക മുന്തിരി കൊണ്ടുവരാൻ പറ്റും. ഉണക്ക മുന്തിരി ഇപ്പം അനിയന് ചിലപ്പോൾ അത് ഓർമ്മയൊന്നും ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഉണക്ക മുന്തിരി കൊണ്ടുവന്നിട്ട് രാത്രി വെള്ളത്തിലിടും അമ്മ. രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിടും. എന്നിട്ട് ആ വെള്ളവും മുന്തിരി അടക്കാനോട് കുടിക്കാൻ പറയും. കൊച്ചിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് പാൽ കുടിക്കാൻ ഇഷ്ടമല്ലേ. പിന്നെ ഞാൻ പശുവും പാൽ ഏത് പാലായാലും കുടിക്കില്ല. പക്ഷേ എങ്കിൽ പറയും എന്തെങ്കിലും കുടിക്കണം എന്നിട്ട്. അപ്പോൾ ആ ചുറ്റുവട്ടത്തൊന്നും കറവ പശു ഉണ്ടായില്ല. അപ്പോൾ ദൂരെ പോകണം. രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അനിയൻ അങ്ങ് ഒരുപാട് ദൂരെ പോയി പാൽ വാങ്ങിക്കൊണ്ട് വരുന്നു എനിക്ക് കുടിക്കാൻ വേണ്ടി. അതെല്ലാം നമുക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. പിന്നെ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കെല്ലാം ഉണ്ടാ? ഞാൻ വളരെ കുറവേ കേട്ടിട്ടുള്ളൂ ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ പിന്നെ മരുമോളെ നോക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നത് എനിക്ക്. അതുകൊണ്ട് എന്താ പറയുക, അതെല്ലാം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയെല്ലാം ചെയ്ത് അതുമാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒച്ചപ്പാട് കപാട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മോറ് എന്നോട് ഇങ്ങനെ ചെറിയ ചൂല് ഉപയോഗിച്ചിട്ട് മുറ്റടിക്കണം, കൊച്ച് വയറ്റിന്ന് പിന്നെ തൊട്ടിൽ കിടന്ന് ആടുന്ന പോലെ ആടണം, അപ്പം സുഖപ്രസവത്തിന് അങ്ങനെ വേണം. എൻ്റെ അമ്മ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ പഴയ ചൂലൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് കുറ്റിച്ചൂലായിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതെടുത്തിട്ട് ഞാൻ മുറ്റടിക്കും. അമ്മ പറയും നിന്നോടാരും ഇത്ര ചെറിയ ചൂലെടുത്ത് മുറ്റടിക്കാൻ പറയുന്നിട്ട്. അമ്മ വലിയ പുതിയ ചൂല് കെട്ടി വെച്ചതുണ്ടാവും, അത് വലിയതെടുത്തുകൊണ്ട് തരും എനിക്ക്, എന്നിട്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര കെയറിങ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഒരു നല്ല നല്ല ഓർമ്മകളെല്ലാം ഇങ്ങനെ പറയുകയാണ്. ആർക്കെങ്കിലും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.